നമസ്കാരം. കോവിഡ് മഹാമാരി മൂലം ലോകം മുഴുവൻ ബുദ്ധിമുട്ടി കഴിയുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് മറ്റൊരു വലിയ വെല്ലുവിളി നിപ്പ വൈറസ് ആയിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈറസ് ബാധയുടെ സൂചനകൾ റിപ്പോർട്ട് ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ കോഴിക്കോട് സജീവമായ ഒരു യുവ ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസ് നിപ്പ വൈറസ് ബാധിതനായി ആശുപത്രിയിൽ കഴിയുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ടിറ്റോ തോമസിന് വിദഗ്ധ ചികിത്സ നൽകാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസിന്റെ വാർത്ത മനസ്സുലയ്ക്കുന്നതാണ്. പരിചരിച്ച രോഗിയിൽ നിന്നാണ് ടിറ്റോയ്ക്ക് നിപ്പ വൈറസ് ബാധിച്ചത്. തന്റെ അമ്മയെ തിരിച്ചറിയാൻ പോലും കഴിയാതെ ചലനമറ്റ ശരീരവുമായി ആശുപത്രി കിടക്കയിലാണ് ടിറ്റോ, വി.ഡി. സതീശൻ പറഞ്ഞു. നിപ്പ വൈറസിനെതിരായ പോരാട്ടത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി ടിറ്റോ മാറരുത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. 24 വയസ്സുകാരനായ ടിറ്റോ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നു. സമർപ്പിതനായ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ നിപ്പ വൈറസ് ബാധിതരായ രോഗികളെ പരിചരിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ടിറ്റോയുടെ ബന്ധുക്കൾ വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ സംസ്ഥാനത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ താൽപ്പര്യമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചു. ടിറ്റോയുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാരിന്റെ എല്ലാ പിന്തുണയും ലഭ്യമാക്കണം. നമ്മുടെ ആരോഗ്യ രംഗത്ത് സമർപ്പിത സേവനം ചെയ്ത ഒരാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ശ്രമവും നടത്തണം, വി.ഡി. സതീശൻ പറഞ്ഞു. നിപ്പ വൈറസ് സാധാരണ ബാറ്റുകളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ മനുഷ്യരിലേക്ക് പകരുന്നതാണ്. രോഗലക്ഷണങ്ങൾ തീവ്രമായതും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതുമാണ്. കേരളത്തിൽ 2018 ഒരു വലിയ നിപ്പ പകർച്ചയുണ്ടായി. അതിന്റെ ഭീകരത ഇപ്പോഴും ജനങ്ങളുടെ മനസ്സുകളിൽ സജീവമാണ്. നിപ്പ വൈറസിനെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു. എന്നാൽ പ്രാദേശിക ആരോഗ്യ പ്രവർത്തകർ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. ടിറ്റോ തോമസിന്റെ കേസിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ, ടിറ്റോയുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം, അദ്ദേഹം പറഞ്ഞു. ടിറ്റോയുടെ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ സ്വയം സമർപ്പണത്തിന്റെ കഥ വെളിപ്പെടുത്തുന്നു. ടിറ്റോ ഒരു സമർപ്പിത ആരോഗ്യ പ്രവർത്തകനാണ്. രോഗികളെ പരിചരിക്കുന്നതിൽ അദ്ദേഹം എല്ലായ്പ്പോഴും മുൻപന്തിയിലായിരുന്നു, ടിറ്റോയുടെ അച്ഛൻ പറഞ്ഞു. ഇപ്പോൾ അവനെ രക്ഷിക്കാനുള്ള സർക്കാർ സഹായം അത്യാവശ്യമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യ പ്രവർത്തകർ സമൂഹത്തിന്റെ താൽപര്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നവരാണ്. ടിറ്റോ തോമസിന്റെ സമർപ്പിത സേവനം മറ്റ് ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു പ്രചോദനമാണ്. നിസ്വാർത്ഥ സേവനം നൽകിയ ഒരാളെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്, വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട എല്ലാ പിന്തുണയും സുരക്ഷിതത്വവും സർക്കാർ നൽകണമെന്നും ടിറ്റോയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.